പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ CPM ഗുണ്ടകൾ ആക്രമിച്ച സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. കന്റോൺമെന്റ് ACPയുടെ കീഴിൽ 4 SHOമാർ ഉൾപ്പെടെ 30 അംഗ സംഘമാണ് അന്വേഷിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് S. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ഇവരുടെ അന്വേഷണ പരിധി എത്രത്തോളമാണ്? മറ്റു വിവരങ്ങൾ? നീലിമ, കഴിഞ്ഞ ദിവസമാണ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിനും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾക്കുമായി ഇ.ഡി. ഉദ്യോഗസ്ഥർ എത്തിയത്. ഇവിടെ ഇ.ഡി. ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തത് ഗുരുതരമായ സംഭവമായി വിലയിരുത്തപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേസന്വേഷണം മ്യൂസിയം പോലീസിന് കീഴിലാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കേസന്വേഷണത്തിന്റെ പരിധി അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തിയൊക്കെ പരിശോധിച്ച ശേഷം അന്വേഷണം ഒരു പ്രത്യേക സംഘത്തിന് നൽകാനായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. SIT കന്റോൺമെന്റ് സംഘം കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും അന്വേഷിക്കുക എന്നുള്ളതാണ്. ഈ SITയുടെ സംഘത്തിൽ 30 അംഗ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 25ഓളം പ്രതികളെ CPM പ്രവർത്തകരും ഗുണ്ടകളുമായിട്ടുള്ള പ്രതികളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഏകദേശം 300ഓളം പേരെയാണ് അന്ന് പ്രതിപട്ടികയിൽ ചേർത്തത്. കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയായിരുന്നു അന്ന് കേസെടുത്തത്. മറ്റ് ആളുകളിലേക്ക് കേസന്വേഷണം നീങ്ങാത്തതിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇ.ഡി. ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ നേരെ അവരെ കരുതിക്കൂട്ടി കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നുള്ളതാണ് ഇ.ഡി. ഉദ്യോഗസ്ഥരും ഇ.ഡി. വൃത്തങ്ങളും വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണ സംഘത്തെയും അന്വേഷണം കുറച്ചുകൂടി വ്യാപിപ്പിക്കാനായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം അല്ലെങ്കിൽ SIT രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ കേസിനെ അപലപിക്കുകയൊക്കെ ചെയ്തിരുന്നു. കാരണം അന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിലാണോ നേരിടേണ്ടത് എന്നുള്ളതായിരുന്നു പ്രധാനമായും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കം പറയുകയും ചെയ്തത്. പക്ഷേ ആഭ്യന്തര വകുപ്പിനെ അറിയിക്കാതെയാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ എത്തിയത് എന്നുള്ളൊരു വിശദീകരണമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തുകയും ചെയ്തത്. ഈ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്ന സാഹചര്യത്തിലും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പശ്ചാത്തലത്തിലുമാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നതോടെ അന്വേഷണ സംഘം വ്യാപിപ്പിക്കാനും കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം നീങ്ങാനുമുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം DGPയുടെയൊക്കെ നിർദ്ദേശാനുസരണം പ്രത്യേക SIT സംഘം രൂപീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളടക്കം SFIയുടെ ജില്ലാ നേതാവിനെ അടക്കം പിടിച്ചത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ SFI നേതൃത്വം നടത്തിയതാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ അറസ്റ്റുകൾ അടക്കം നടത്താനും കൂടുതൽ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്താനുമുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് 30 അംഗ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘം നാളെ തന്നെ കേസ് ഏറ്റെടുക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തുടർന്നായിരിക്കും മറ്റ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഉടൻ തന്നെ SITയുടെ പ്രത്യേക റിപ്പോർട്ട് ഈ കേസുമായി SIT നാളെ തന്നെ ചുമതല ഏറ്റെടുക്കുകയാണ്. നിലവിൽ 25 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കന്റോൺമെന്റ് ACPയുടെ കീഴിലാണ് ഈ SIT സംഘം പ്രവർത്തിക്കുക. ശാലിനിയാണ് വിശദവിവരങ്ങൾ നൽകിയത്.